ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല ഒന്നും വഴറ്റാതെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയിൽ ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഞാനത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാനീരും എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് കളർഫുൾ ആവാനും സ്പൈസി ആവാനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് തിക്കാവുന്നത് വരെ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല കട്ടിയിലാണ് മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിർബന്ധമായിട്ടും തിക്കായിട്ടുള്ള മയണൈസ് തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഞാനിത് അതൊരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി സവാളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ ഞാനൊരു പകുതി ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഒരു 1/4 ടീസ്പൂണിൽ ഇട്ടിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ അവിടെ മോൻക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതേപോലെ ഇതിൽ ഇട്ട് കൊടുക്കുക. ബ്രെഡ് ഏകദേശം ഒരു 12-13 ബ്രെഡൊക്കെ വേണ്ടി വരും ഈ അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റ് ഞാൻ പറയുന്നില്ല, ഒരു 4 വെച്ച് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെന്തായാലും ലൂസാണ്, നമുക്ക് ഇനിയും ബ്രെഡ് എന്തായാലും ചേർക്കേണ്ടി വരും. അപ്പം നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ ബാച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ചൊരു 4-5 ഒക്കെ ചേർത്താൽ മതി. ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. നമ്മളിത് അവസാനം കൈവച്ച് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ബ്രെഡും ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മയണൈസ് ഒരുപാട് ലൂസാക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് ഒന്നും മതിയാവില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ മയണൈസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചും കൂടെ ചേർത്തു. ഏകദേശം ഒരു 13 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊന്ന് എണ്ണയാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ചെറിയ ബോൾസ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമുക്കങ്ങനെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ കയ്യിൽ ഓരോ തവണയും എണ്ണ വേണമെങ്കിൽ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം ഞാനിത് എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓരോ ബൗളും ഇതിൽ മുക്കി നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മയണൈസിനനുസരിച്ചായിരിക്കും ബ്രെഡിൻ്റെ കണക്ക്, അത് മറന്നു പോരുത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഓയിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാടെണ്ണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച എണ്ണ കുടിക്കും. ഇതങ്ങനെ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ്. ബ്രെഡ് ആണെങ്കിൽ പോലും എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിത് 2 സൈഡും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ, കാരണം ഉള്ളിൽ ഒരുപാട് വേവാനുള്ളതൊന്നുമല്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വന്നോളൂ. അപ്പോൾ ഞാനിത് എല്ലാം 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി നമുക്ക് റെഡി ആകുമ്പോൾ ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. സാധാരണ ബ്രെഡിൻ്റെ സ്നാക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടാവും. ഇതങ്ങനെ എണ്ണയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലൊന്ന് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഒരു മെനക്കെടും ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും.
ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഏകദേശം ഒരു ഷവർമയുടെ ആ ഒരു മയണീസും ഒക്കെ കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് നമ്മളിത് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സവാള കുഞ്ഞായിട്ട് നുറുക്കി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയത്, പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ പൊടികളെല്ലാം കറക്റ്റായിട്ട് ചേർക്കണം. ഈ കടലമാവാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും കൂടിപ്പോരുത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ കുഴച്ചെടുക്കണ്ട, ഇതേപോലെ ഒന്ന് എല്ലായിടെയും ഒന്ന് ആ പൊടി ആക്കി കൊടുക്കുക. നമ്മൾ വളരെ കുറച്ച് പൊടിയേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഒട്ടലൊന്നും ഉണ്ടാവില്ല പൊടിയുടെ. അപ്പോൾ അതുകൊണ്ടാണ് പൊടി കൂടിപ്പോരുതെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ട നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി നമ്മൾ ഇനി ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ മുട്ട ചേർക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലർ പറയാറില്ലേ പൊടിഞ്ഞു പോകുന്നു എന്ന് എണ്ണയിൽ. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം. കയ്യിൽ കുറച്ച് എണ്ണ തടവോ അല്ലെങ്കിൽ കൈ നന്നായിട്ട് വാഷ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നുമില്ല, കാരണം പൊടികൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ആക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറഞ്ഞു പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി കൂടാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഇടുക. അങ്ങനെ പൊട്ടൊന്നുമില്ല, എന്നാലും ഇടുന്ന സമയത്ത് പൊട്ടി പോകാണ്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പൂൺ വെച്ചിട്ട് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മേൽഭാഗം അത്യാവശ്യം ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല എണ്ണയ്ക്കകത്ത്. അപ്പോൾ ഈ സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി നേരമൊന്നും എടുക്കില്ല. നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് മുങ്ങിക്കിടക്കുന്ന അത്ര ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കും അല്ല. നമ്മൾ സാധാ കട്ട്ലേറ്റ് പോലെ അങ്ങനെ എണ്ണയൊന്നും ഒത്തിരി കുടിക്കില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പെട്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.